നമസ്കാരം. പ്രതാപ് ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നേന്ത്രക്ക റോസ്റ്റാണ്. അപ്പോൾ ഈ രുചികരമായ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 വറ്റൽമുളക്, ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഇതുപോലെ നന്നായി വാടി വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴല്ലോ അതിലേക്ക് ഒരു 7 വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, 2 പച്ചമുളക് രണ്ടായി കീറി, ഒരല്പം കറിവേപ്പില. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായി വഴണ്ട് വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടി. ഇത്ര ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നോക്കി കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബീഫ് മസാല കൂടി ചേർക്കാം. മസാലകളൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 300 ഗ്രാം നേന്ത്രക്കായ ഇതുപോലെ ചതുര കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വൃത്തിയായി കഴുകിയെടുത്താണ് അത് ചേർക്കാം. 1/2 കപ്പ് ചെറു ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ നോൺ സ്റ്റിക്കിലൊക്കെയാണ് പാചകം ചെയ്യണമെങ്കിൽ ഇത്രയും വെള്ളം കൂടി വേണ്ട കേട്ടോ. ഒരു കുറച്ചുകൂടി വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. ഇത് മൺചട്ടി ആയതുകൊണ്ടാണ് ഞാനത് അല്പം വെള്ളം കൂടുതൽ ഒഴിച്ചത്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ 2-3 വട്ടം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. വീണ്ടും ഇത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ കറി നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റി കഷ്ണമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് തീ ഓഫ് ചെയ്യുക. ഒരല്പം കറിവേപ്പില, 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇത്ര ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി വേവിക്കുക. അതിനുശേഷം വീണ്ടും ഒരു 3 മിനിറ്റ് നേരം അടച്ചു വെച്ചതിന് ശേഷം എടുത്തുപയോഗിക്കാം. അടച്ചു വെച്ചിട്ട് 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഒന്നുകൂടി ഒന്ന് ഇളക്കി വയ്ക്കുക. അടിപൊളി, സൂപ്പർ, എന്താ ടേസ്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നേന്ത്രക്ക കഴിക്കുമ്പോൾ ഇതുപോലെ ചെയ്തു നോക്കണേ. ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും പിന്നെ ഇത് ചുമ്മാ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ.